കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഇന്ന് രാത്രിയിലത്തെ ക്ലാസ്സിലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അപ്പോൾ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മൾ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അതിൽ 1 തിമോത്തിയോസ് നമ്മൾ അത് അവസാനിപ്പിച്ചു. 2 തിമോത്തിയോസിന്റെ 2-ാമത്തെ അധ്യായമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ധ്യാനത്തിനായി എടുക്കുന്നത്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായിട്ട് എങ്ങനെ ഒരു സഭയില് മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണമെന്ന് 1-ാമത്തെ അധ്യായത്തിൽ താൻ പറയുകയാണ്. അത് പ്രധാനമായിട്ടും ലഭിച്ച വിശ്വാസത്തിൽ താന് തന്റെ ജീവിതം ഉറപ്പിക്കണം എന്ന് തുടങ്ങി തന്നെ മാതൃകയാക്കാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഒരു 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 പൊതുവായ വീക്ഷണത്തിലാണ് 1-ാം അധ്യായം നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം വിശ്വാസം ഉണ്ടായിരിക്കണം. 2-ാമത്തെ കാര്യം അതിന്റെ 8-ാം വാക്യത്തിൽ അതിന്റെ 12-ാം വാക്യത്തിൽ 13-ാം വാക്യത്തിൽ എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശു വിശ്വാസത്തിൽ സ്നേഹത്തിൽ മാതൃകയാക്കാൻ പറയുന്നു. ഇനി 14-ാം വാക്യത്തിൽ നിന്നിൽ അധിവസിക്കുന്ന നല്ല ഉപനിധി, അത് പരിശുദ്ധാത്മാ മറ്റുള്ള അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ ഒരു സഭയിൽ ശുശ്രൂഷകൻ നിലനിന്ന് പോകണമെങ്കിൽ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ശക്തമായ ഒരു, നമ്മുടെയൊക്കെ ആത്മീയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ദൂത് പൗലോസ് തിമോത്തിയോസിന് കൈമാറുകയാണ്. 1-ാം വാക്യത്തിൽ എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കഴിഞ്ഞ 1-ാം അധ്യായത്തിൽ കഷ്ടം സഹിക്കാൻ പറഞ്ഞതും ദൈവവചനം കാക്കുവാൻ പറഞ്ഞതും നല്ല ഉപനിധി കാക്കുവാൻ അല്ലെങ്കിൽ നല്ല ഉപനിധി അത് സൂക്ഷിക്കണമെന്നുള്ള ഉപദേശങ്ങൾ അത് സഭയുടെ ആഭ്യന്തരവും ശുശ്രൂഷയുടെ കാര്യത്തിലുമൊക്കെ തിമോത്തിയോസെ നിനക്ക് ഉതകുമെങ്കിൽ ഇനി പറയാൻ പോകുന്നൊരു കാര്യം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒന്നാമതായി പറയുന്ന കാര്യം അത് വ്യക്തിപരമായി നീ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. കൃപയിൽ ശക്തിപ്പെടുക. കാരണം ഇത് തികച്ചും ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പൗലോസ് ഈ വാക്യം പറയുന്നത്. കാരണം പൗലോസ് പ്രത്യേക 2 കൊരിന്ത്യരില് അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ എന്ന് പറയുന്ന ലേഖനം തന്നെ തന്റെ ഡിഫെൻഡിങ് ഓഫ് അപ്പോസ്റ്റൽഷിപ്പ്, അപ്പോസ്തലത്വം സ്ഥാപിക്കുന്ന ഒരു ലേഖനങ്ങളാണ് 2 കൊരിന്ത്യർ എന്ന് പറയുന്നത്. അതിൽ വ്യക്തമായി പൗലോസ് 2 കൊരിന്ത്യറിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ തന്റെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 3 വട്ടം തന്നിൽ ഉണ്ടായിരുന്ന ഒരു ബലഹീനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ദൈവം പൗലോസിനോട് നേരിട്ട് പറയുന്ന ഒരു വാചകമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ബലഹീനതയിൽ താങ്ങുന്ന കൃപയാണ്. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു കൃപയാണ്. പൗലോസിന് ഇത് വ്യക്തമായി അറിയാം. കാരണം ശുശ്രൂഷാ തലങ്ങളിൽ കഷ്ടത സഹിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനം കാക്കണമെങ്കിൽ,
നല്ല ഉപനിധി സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ ശക്തിപ്പെടുക തന്നെ വേണം. കാരണം ആ കൃപയില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ശുശ്രൂഷകൾ പറയാറുള്ളത് പോലെ എത്രയൊക്കെ ബിരുദങ്ങൾ നമുക്കുണ്ടെങ്കിലും, എത്രയൊക്കെ പഠനം, അത് സെക്കുലർ ആയിക്കൊള്ളട്ടെ, ആത്മീയപരമായിക്കൊള്ളട്ടെ, തിയോളജിക്കൽ ആയിക്കൊള്ളട്ടെ, ദൈവശാസ്ത്രപരമായ പഠനം ഉണ്ടെങ്കിലും ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവകൃപയില്ലാതെ സാധിക്കത്തില്ല. അത് പൗലോസ് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ കൃപയിൽ ശക്തിപ്പെടുക. ഒന്നാം വാക്യം, സമർത്ഥരായ വിശ്വസ്തന്മാർ കേൾക്കുന്നില്ലായിരുന്നു. ഒരു പാസ്റ്ററിന്റെ ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു പാസ്റ്റർ കേട്ടില്ലായിരുന്നു പാസ്റ്ററെ. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അപ്പൊ രണ്ടാം വാക്യത്തിൽ ഒരു പാസ്റ്ററുടെ ക്വാളിറ്റി, നമ്മൾ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചുള്ള പഠനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാസ്റ്ററുടെ ക്വാളിറ്റി, ഇത് ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു ടീച്ചർ ആയിരിക്കണം, നല്ലൊരു അധ്യാപകനായിരിക്കണം. ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടി ആയിരിക്കണം. ഇവിടെ അതിനുള്ള തെളിവാണ് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഇത് ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, സ്വയമായി ചെയ്യാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയല്ല. ഇത് കൈമാറണ്ട എന്ന് പറഞ്ഞാൽ തന്റെ ദൗത്യങ്ങൾ, നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്. അത് ബികോം, എംകോം, MBA പോലുള്ള അല്ലെങ്കിൽ BBA പോലുള്ള പഠനങ്ങൾ പഠിച്ചവർക്കറിയാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതിനർത്ഥം നമുക്ക് ലഭിച്ചിരിക്കുന്ന അതോറിറ്റി, അധികാരം, അത് ഫോർ ദ കോമൺ യൂസ്, അത് സഭയുടെ ഗുണീകരണത്തിനോ ഇല്ലെങ്കിൽ ഏതാണെങ്കിലും, കമ്പനി ആണെങ്കിൽ കമ്പനി, നമ്മുടെ അധികാരം അത് മറ്റുള്ളവർക്ക് കുറേശ്ശെ കുറേശ്ശെ കൈമാറി കൊടുക്കണമെന്നാണ് ആ തത്വം. സെയിം ഒരു പാറ്റേൺ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷകനല്ല, മറ്റുള്ളവരെ കൂടെ ചുമതലപ്പെടുത്തുകയും ഭരമേൽപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. ഇത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ലീഡർഷിപ്പ് എന്നുള്ള ഒരു പഠനം, അത് പഠിക്കുമ്പോൾ എല്ലാ അധ്യാപകരും ഇല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത് എപ്പോഴും പഴയ നിയമത്തിൽ നെഹമ്യാവിനെ പറ്റിയാണ്. ഹൗ ഷുഡ് ബി എ ഗുഡ് ലീഡർ. അപ്പം അത് ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് നല്ല ഒരു ലീഡർ ആയിരിക്കണം. പാസ്റ്റേഴ്സ് സെമിനാറിലും ബൈബിൾ കോളേജ് പഠനത്തിലൊക്കെ പാസ്റ്ററൽ തിയോളജി പഠിക്കുന്ന ഏതൊരു പാസ്റ്റർമാരും ലീഡർഷിപ്പ് അത് തീർച്ചയായിട്ടും പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ആ ലീഡർഷിപ്പിൽ ഉദാഹരിക്കുന്നതും അല്ലെങ്കിൽ ക്വാളിറ്റീസ്, ആ ലീഡർഷിപ്പിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തത് നെഹമ്യാവിന്റെ മിനിസ്ട്രിയിലാണ് എന്ന് ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പൗലോസ് 3 ഉദാഹരണങ്ങൾ, അനാലജീസ് ഇവിടെ കൊണ്ടുവരികയാണ്. ഒന്ന്, ഒരു നല്ല ഭടൻ. 2, ഒരു നല്ല അത്ലറ്റ്, ഒരു എന്താ പറയുന്നേ, സ്പോർട്സ്മാൻ, കായിക അഭ്യാസി എന്ന് വേണം നമുക്ക് പറയാം. 3, ഒരു കൃഷിക്കാരൻ. ഇങ്ങനെ 3 വ്യത്യസ്തമായ അനാലജീസ്, ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയാണ്. കാരണം 4-ാം വാക്യത്തിൽ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. 1.
രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പോൾ ഒരു അത്ലറ്റ്, ഒരു സ്പോർട്സ്മാൻ. മൂന്നാമത് അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. 3 തൊഴിലുകൾ അല്ലെങ്കിൽ 3 പ്രത്യേകമായിട്ടുള്ള ഒരു ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് പടയാളിയെ സംബന്ധിച്ച് പറയാൻ പൗലോസ് ശ്രമിക്കുന്നത്? പടയാളി എപ്പോഴും തന്റെ കമാൻഡറിനെ, ഒരു പട്ടാളക്കാരൻ എപ്പോഴും തന്റെ കമാൻഡറിനെ, തന്റെ മേലധികാരിയെ തൃപ്തിപ്പെടുത്തുവാൻ, പ്ലീസ് ചെയ്യുവാൻ, പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കേണ്ട ഒരു ദൗത്യം പടയാളികൾക്കുണ്ട്. എ സോൾജിയർ ഹു വാണ്ട് ടു പ്ലീസ് എ കമാൻഡർ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. രണ്ടാമത്, ഒരു അത്ലറ്റ്, ഒരു കായിക അഭ്യാസി അല്ലെങ്കിൽ സ്പോർട്സ്മാൻ, അദ്ദേഹം ഒരു ഗെയിം, ഒരു കളിയുടെ അല്ലെങ്കിൽ ഒരു ഗെയിമിന്റെ റൂൾസ് ഫോളോ ചെയ്യേണ്ടവൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ചട്ടപ്രകാരം ഏതൊക്കെ ഒരു ഗെയിം ഉണ്ടെങ്കിലും, നമുക്കറിയാം PT ഉഷ, അദ്ദേഹം ഒരു ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വിന്നറായി. എന്നാൽ അവസാന നിമിഷം അത് ക്യാൻസലേഷൻ ചെയ്യുന്നത് എന്ത് പറഞ്ഞാണ് നമുക്കറിയാം, ട്രാക്ക് മാറി ഓടിയത് കൊണ്ടാണ്. ഇതേപോലെ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഒരു അത്ലറ്റ്, ഒരു സ്പോർട്സ്മാൻ ഫോളോ ചെയ്യണം. മൂന്നാമത്, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. ഒരു കൃഷിക്കാരൻ അദ്ദേഹം നല്ലപോലെ പണിയെടുത്തില്ലെങ്കിൽ വിളവെടുപ്പ് ലഭിക്കത്തില്ല. ഈ 3 ക്വാളിറ്റിയും ഒരു പാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന്, യജമാനനെ പ്രസാദിപ്പിക്കണം. 2, ചട്ടപ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരമാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. 3, അധ്വാനിക്കണം. സാധാരണ ചുമ്മാ ഒരു അധ്വാനമല്ല, വളരെയധികം അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ഉദാഹരണങ്ങൾ പൗലോസ് ഇവിടെ കാണിച്ചിട്ട്, അടുത്തത് വ്യത്യസ്തമായ, പെട്ടെന്ന് തന്നെ ഒരു ട്വിസ്റ്റ് 7-ാം വാക്യത്തിൽ കൊണ്ടുവരികയാണ്. 7-ാം വാക്യത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ് ഫലം അനുഭവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചട്ടപ്രകാരമാണ് പോരാടുന്നത്, പ്രസാദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം, അധ്വാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ഫലം ഉണ്ടാകും എന്ന് പറയുകയാണ്. പക്ഷെങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്? ഏതിലാണ് ചട്ടപ്രകാരം പോരാടേണ്ടത്? എന്തിനാണ് നമ്മൾ യജമാനനെ പ്രസാദിപ്പിക്കേണ്ടത്? അതാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. എന്തിനു വേണ്ടിയാണ് ബുദ്ധി നൽകുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. പൗലോസ് ഈ വിധത്തിലുള്ള 3 ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഈ സ്വഭാവം, അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് സുവിശേഷീകരണത്തിലേക്കാണ്. അപ്പോൾ സുവിശേഷീകരണം എന്ന ഏറ്റവും വലിയ ദൗത്യം ഒരു പാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതില് സുവിശേഷീകരണം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? യജമാനനെ പ്രസാദിപ്പിക്കുവാൻ. 2, സുവിശേഷീകരണം ചെയ്തത് ചട്ടപ്രകാരം വേണം സുവിശേഷീകരണം ചെയ്യുവാൻ. 3, സുവിശേഷീകരണം ചെയ്യേണ്ടത് വളരെയധികം അധ്വാനിക്കണം എന്ന് തന്നെയാണ്. സുവിശേഷീകരിക്കുക. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ കുറച്ചു പറഞ്ഞ പോലെ അറബികളുടെ ഇടയിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം കൊടുക്കുന്നുവല്ലോ. കർത്താവിന്റെ ദാസൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരൻ, അത് സുവിശേഷീകരണം. ഇവിടെ ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു. അപ്പൊ 2 ആളത്വത്വങ്ങളെ കൊണ്ടുവരികയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. 2, ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു, അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നു. അപ്പൊ സുവിശേഷീകരണത്തിൽ പ്രധാനമായിട്ടുണ്ടാകേണ്ടത് ജീസസ് ഈസ്
fully man and Jesus is fully God. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. കാരണം മനുഷ്യനായി അഖിലാണ്ടത്തെ ഉടയവനായ യേശു കർത്താവ് അഖിലാണ്ടങ്ങളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് സ്വർഗത്തിന്റെ മഹിമയിൽ ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമായിട്ടാണ് യേശു കർത്താവിനെ സുവിശേഷീകരിക്കേണ്ടത്. നമ്മുടെ സുവിശേഷത്തിന്റെ അന്തസത്ത യേശു കർത്താവിന്റെ മനുഷ്യത്വവും യേശു കർത്താവിന്റെ ദൈവത്വവും എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് പൗലോസ് ഈ വാക്യത്തിൽ കൂടെ പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ വാക്യം കാണാപ്പാടം പഠിക്കും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച ഉയർത്തെഴുന്നേറ്റപ്പെട്ട യേശു ക്രിസ്തു അതാകുന്നു സുവിശേഷം എന്ന് പറയുമ്പോൾ സത്യം, അത് ശരിയാണ്, ഒരു ഫ്രേസ് ആണ്. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും ചിലപ്പോൾ നമ്മൾ അതെല്ലാം വിട്ടുപോകും. ഇപ്പൊ എന്താ സുവിശേഷം പറയുന്നത് തന്നെ നമുക്ക് അറിയത്തില്ല. ഇത് വല്ലാത്തൊരു കാലമാണ്. അതിനെപ്പറ്റി ഞാൻ ഒരു ക്രിട്ടിക്കൽ മൈൻഡോടുകൂടെ ഞാൻ പ്രതിപാദിക്കുന്നില്ല. അത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരായോണ്ട് നമ്മളതൊക്കെ അറിഞ്ഞ് അതിന്റെ വളരെ എന്നാ പറയുന്നേ സുബോധത്തോടുകൂടെ പെരുമാറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തന്നെയാണ് ഇപ്പൊ തിമോത്തിയോസ് പറയുന്നത്, സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകുമല്ലോ. അതൊരു വലിയ വാക്യമാണ്. അപ്പൊ സുവിശേഷം അറിയിക്കാൻ എന്നാ പറയുന്നത്, നല്ല ബുദ്ധി വേണമെന്നാണ് പറയുന്നത്. അതില്ലാത്തവരാണ് ഇപ്പൊ കാണിക്കുന്ന കോലാഹലം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ എനിക്കൊരു കാര്യം പറയാൻ താല്പര്യപ്പെടുന്നത്, പൗലോസ് 9-ാം വാക്യത്തിൽ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ, ആസ് എ വിക്കഡ്, എന്താ പറയുന്നേ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഭ്രാന്തനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് വിധേനയും ഒരു അക്രമാസക്തമായിട്ട് മുമ്പോട്ടോ പുറകോട്ടോ നോക്കാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പൗലോസ് ചങ്ങല ധരിച്ചവനായി. ആ ഒരു വാക്ക് തെസലോനിക്ക ലേഖനത്തിൽ കാണുന്നുണ്ട്, തിമോത്തിയോസിൽ കാണുന്നുണ്ട്, മറ്റ് പല ലേഖനങ്ങളിൽ കാണുന്നുണ്ട്. എ ചെയിൻഡ് സെർവന്റ്. പൗലോസിന്റെ ഈ ഒരു ഭാഷ തന്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളിൽ നിന്നാണ്. പ്രധാനമായിട്ട് ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ഉദാഹരണമല്ല, അക്കാലത്തിൽ പൗലോസ് എങ്ങനെയാണ് ചെയിൻഡ് ഇല്ലെങ്കിൽ ചങ്ങല ധരിക്കപ്പെട്ടു എന്ന് ആർജവത്തോടെ പറയുവാൻ കഴിയുന്ന ശരീരത്തിൽ അനുഭവിച്ചൊരു ഉദാഹരണം. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. തന്നെ ജയിലിൽ കിടന്നിട്ട് ചങ്ങല ധരിക്കപ്പെട്ടവരായി കിടന്നിട്ടുണ്ട്. അതിനേക്കാൾ കഠോരമായ ഒരു അനുഭവം ഞാൻ പരിചയപ്പെടുത്താം. അത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. പണ്ട് കാലങ്ങളിൽ കപ്പൽ യാത്ര, ഇന്നത്തെ കൂട്ടും ചരക്ക് കപ്പലാണ് പോകുന്നത് എന്നിരിക്കട്ടെ, യാത്രാ കപ്പലാണ് എന്നിരിക്കട്ടെ. പൗലോസിനെ പോയത് ആദ്യം താന് പ്രതികൾ സഞ്ചരിക്കുന്ന ഒരു കപ്പലിലാണെങ്കിൽ കർത്താവിന്റെ ദാസനെ അവസാനമായി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് റോമിൽ പോകും. അതൊക്കെ വലിയ സബ്ജക്റ്റ് ആണ്. അതിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസംഗത്തിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങ് നിൽക്കുന്നില്ല. പറഞ്ഞത്, ആദ്യം കയറിയ കപ്പൽ ഒരു പ്രതിയായിട്ടാണ്. ആ കപ്പലിനെ കർത്താവ് ഉടച്ചു. എന്റെ പൗലോസെ, ഇത്രയും നാൾ എനിക്ക് വേണ്ടി സുവിശേഷം അറിയിച്ചില്ലേ? ആ പ്രതികൾ പോകുന്ന കപ്പലിലൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ല. ഒരു ഈശാന മൂലം കൊണ്ടുവന്ന കപ്പലിനെ തകർത്തു കളഞ്ഞു. അപ്പാടെ തകർത്തു കളഞ്ഞിട്ട് ഏതാനും ചില മാസങ്ങൾ ഒരു ദ്വീപിൽ കൊണ്ടിരുത്തി. ആ ദ്വീപിൽ കൊണ്ടിരുത്തിയപ്പോൾ അവിടെ വാക്യം എങ്ങനെയാണ്? തല ഉയർത്തി നോക്കുമ്പോൾ നോക്കുമ്പോൾ അശ്വിനി ചിഹ്നമുള്ള അലക്സാന്ദ്രിയ കപ്പൽ, അന്നത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കപ്പലിലേക്ക് പൗലോസിനെ കർത്താവ് കൊണ്ടുപോവുകയാണ്. അപ്പൊ എത്രമാത്രം ദൈവത്തിന്റെ വിശ്വസത നോക്കണേ. പക്ഷെങ്കിൽ അവിടെയൊക്കെ സംഭവിച്ച ഒരു കാര്യം ഞാൻ പരിചയപ്പെടുത്താം. എന്തുകൊണ്ടാണ് അപ്പോസ്റ്റലനായ പൗലോസ് ആവർത്തിച്ച് ഐ ആം എ ചെയിൻഡ് അപ്പോസ്റ്റൽ, ഐ ആം എ ചെയിൻഡ് മെൻ, ചങ്ങല ധരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതിന്റെ കാരണം? എനിക്ക് പൗലോസിനെ പറ്റി പറയുമ്പോൾ ആവേശം കൊള്ളും. കാരണം അങ്ങനെ ഒരു ധീരനായ മനുഷ്യനാണ്. വേറൊന്നുമല്ല, കപ്പലിന്റെ അടിത്തട്ടിൽ ഈ പ്രതികളെ, അടിമകളെ കൊണ്ട് അതിന്റെ ഈ വലിയ കപ്പലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഭാഗം യന്ത്രം ഇല്ലാത്തത് കൊണ്ട് അടിമകളെ കൊണ്ടോ ഇല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവരെ കൊണ്ടോ അവർ ചങ്ങല കൊണ്ട് ഒരു സൈഡ് ചങ്ങലക്കിടും, ഒരു സൈഡ്.
എന്നിട്ട് ഒരു സൈഡിൽ അവർ തുഴഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മളൊന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ 2-3 പ്രാവശ്യം അങ്ങോട്ട് ചെരിഞ്ഞു ഇങ്ങോട്ട് ചെരിഞ്ഞു, നമ്മൾ നടുവ് നിവർക്കുന്നു. ശരിയല്ലേ? പൗലോസ് കപ്പലില് മാസങ്ങൾ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് ഈ സൈഡ് ഒന്ന് നിവർക്കണമെന്നുണ്ട്. അതുപോലും കഴിയാതെ ഒരു സൈഡിൽ തുഴയുന്ന ഒരനുഭവം ഉള്ളതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ചെരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും ചെരിയാൻ പറ്റത്തില്ല. അവര് ചങ്ങലക്കിട്ടേക്കുകയാണ്. തുഴയുടെ ആ ഒരു അല്ലെങ്കിൽ ശക്തി കുറയുമ്പോൾ ചാട്ടവാറ് കൊണ്ട് അടിച്ചാണ് അവരെ ആഞ്ഞാഞ്ഞ് തുഴയുന്നത്. കാരണം ഇത്ര വലിയ കപ്പൽ ദീർഘദൂരം സഞ്ചരിക്കണം. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഒരു സ്ഥലത്തിൽ നിന്ന് അങ്ങേ സ്ഥലത്തിലേക്ക് പൗലോസ് യാത്ര ചെയ്ത അനുഭവമാണ് അദ്ദേഹത്തെ അവസാനമായി ഈ ലേഖനങ്ങളിൽ ഐ ആം എ ചെയിൻഡ് അപ്പോസ്റ്റൽ, ഞാൻ ചങ്ങല ധരിക്കപ്പെട്ടവനാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം പൗലോസ് കാണിച്ചത്. കാരണം അത് നമ്മളും സുവിശേഷത്താൽ ബന്ധിതരാണ് എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ വചനത്തിന് ബന്ധനമില്ല. കിങ് ജെയിംസ് വേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കിങ് ജെയിംസ് വേർഷൻ അത് തർജ്ജിമപ്പെടുത്തിയ ഒരു കർത്താവിന്റെ ദാസനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം അടക്കം ചെയ്യുന്നു. അദ്ദേഹത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, പടയാളികൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മരിക്കാൻ നേരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ശവശരീരം ഇവിടെ കുഴിച്ചിട്ട് എന്റെ എല്ലെടുക്കണം, എന്റെ എല്ലെടുത്ത് കത്തിക്കണം, അത് ചാരമാക്കണം, എന്നിട്ട് നൈൽ നദിയിൽ കൊണ്ട് കലക്കണം, എന്നിട്ട് നൈൽ നദി ഒഴുകുന്നിടത്തെല്ലാം ഈ വേദപുസ്തകം എത്തുമെന്ന് ആ കർത്താവിന്റെ ദാസൻ പറയുകയുണ്ടായി. സത്യമല്ലേ? നൈൽ നദി മാത്രമല്ല, ലോകത്തെ ഏതൊക്കെ വൻകരകളുണ്ടോ അവിടെയെല്ലാം ഈ ദൈവവചനം ബന്ധനമില്ലാതെ ചെന്നതിന്റെ കാരണം ഇത് ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഐ ആം എ ചെയിൻഡ്. നമ്മളെല്ലാവരും ചെയിൻഡ് ആകട്ടോ. നമ്മൾ ആ ഒരു കാര്യം മറക്കരുത്. വി ആർ ചെയിൻഡ് ഫോർ ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മളെല്ലാം ബന്ധിതരാണ്. എങ്കിലും ആമേൻ, വചനത്തിന് ഒരു ബന്ധനമില്ല. ഞാൻ ആ ഭാഗം വിട്ടിട്ട് വേഗം അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ 10 മുതൽ 11 വരെ 11 വാക്യങ്ങളൊക്കെ 10-ാം വാക്യത്തില് അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടു കൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. അവിടെ ഒരു കോൺട്രവേഴ്ഷ്യൽ വാക്കാണ് വ്രതന്മാർ എന്നുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് തർജ്ജിമയിൽ ഫോർ ദി ഇലക്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി എന്നുള്ളൊരു വാക്കാണ്. ഇത് ക്രിസൻഡം അല്ലെങ്കിൽ ക്രിസ്റ്റോളജിക്കലി ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. തെരഞ്ഞെടുത്തവർ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. കർത്താവ് മുന്നറിഞ്ഞവർ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ തിയോളജി ക്ലാസ്സിൽ അത് പഠിക്കും, അത് പഠിപ്പിക്കേണ്ടവരത് പഠിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കൊരു ചോദ്യമുണ്ട്, ദൈവത്തിന്റെ ലിസ്റ്റിലെ മുന്നറിവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നറിഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സുവിശേഷം പറയുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ സുവിശേഷം പറയുന്നേ? അല്ല, നിങ്ങൾക്കറിയാവോ? എനിക്കറിയത്തില്ല, അതാ ഞാൻ ചോദിച്ചേ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് സുവിശേഷമെങ്കിൽ അത് എപ്പോഴും അതൊരു ഡിബേറ്റഡ് വിഷയം തന്നെയാണ്. ഇലക്ട്, നിങ്ങൾക്കറിയാം, കാൽവിനിസം ആൻഡ് ജേക്കബ് അർമേനിയനിസം. അർമേനിയനും കാൽവിനും രണ്ട് പേരും ഒരു നൂറ്റാണ്ടിൽ കുരിശുയുദ്ധം വരെ ഉണ്ടായ കാലഘട്ടം നിങ്ങൾക്കറിയാം. ഈ ഒരു വിഷയത്തിന് വേണ്ടി ഇലക്ട്, തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തിലാണ് ഈ രണ്ട് വലിയ വിഭാഗവും ചേരിലിരുന്നുള്ള യുദ്ധം വരെ ആരംഭിച്ചതെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം ഇവിടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് എന്ന ഒറ്റ വാക്കിൽ ഞാനത് പറയുകയാണ്. ഇനി 11-12 വാക്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വായിക്കാവോ? 11-12 ആരെങ്കിലും ഒരാൾ?
നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുകയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഓക്കെ. പക്ഷേ ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹിയർ ഈസ് എ ട്രസ്റ്റ് വർത്തി സെയിങ്. വിശ്വാസയോഗ്യമായ ഒരു വചനം ഞാൻ പറയാൻ പോകുന്നു. അങ്ങനെയാ ആ വാക്യത്തിന് തുടക്കം. വിശ്വാസയോഗ്യമായ ഒരു പറച്ചിൽ, ഒരു ഒരു എന്നാ പറയുന്നത്, ഒരു പഴഞ്ചൊല്ല്, ഒരു ചൊല്ല് ഞാൻ പറയാൻ പോകുന്നു. അങ്ങനെ ആ വാക്കിനർത്ഥം. വിശ്വാസയോഗ്യമായ ഒരു ചൊല്ല്. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഈ വചനം കാണുന്നുണ്ടോ? നമ്മൾ എന്നാ പറയുന്നേ, ഈ വചനം വിശ്വാസയോഗ്യമാണെന്ന് നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ എന്താ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പൗലോസ് മേൽ പറഞ്ഞിരിക്കുന്ന വചനം വിശ്വാസയോഗ്യമാണെന്ന്. അങ്ങനല്ലേ ധരിക്കുന്നത്? അല്ലേ? ഇത് നിങ്ങൾ ഉറങ്ങുവാണോ? മേൽ പറഞ്ഞിരിക്കുന്ന വചനം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ മൂലഭാഷയിലും അതിന് തർജിമയിലും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് തർജിമ നമുക്കറിയാവുന്ന ഭാഷയാണ്, വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ചൊല്ല്, പക്ഷെ വേറൊരു തർജ്ജമയിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ്. ശരിക്കും പറഞ്ഞാലേ ഇതൊരു പാട്ടായിരുന്നു. അക്കാലങ്ങളിൽ നിന്ന് അവർ പാടിയ ഒരു പാട്ടിന്റെ ഒരു വരികളാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മളെ തള്ളിപ്പറയും, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ഈ വരികള് പാട്ടായിട്ട് ആരെങ്കിലും പാടിയാൽ കൊള്ളാമായിരുന്നു. അല്ലാതെ എന്നാ പറയാനാ, എന്നാ ഇപ്പൊ ചെയ്യ എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ മാധുര്യമേറിയ വരികളാണ് ഈ വരികൾ എന്ന് ഞാൻ ഓർക്കുകയാണ്. പൗലോസ് അത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ പാരഗ്രാഫ് കൺക്ലൂഷൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ നമ്മൾ വചനത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്റ്റർ എപ്പിൾസേഴ്സ് 2-ാം അധ്യായത്തിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് നിർത്തി പോകാൻ അറിയാം. പിന്നെ നമുക്ക് ചിന്തിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ വചനവുമായിട്ട് നമുക്ക് കുറച്ചും കൂടെ അഭേദ്യമായൊരു ബന്ധം ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. നോക്കൂ, ഒരു പാട്ടങ്ങ് പൗലോസ് പാടി അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. എത്രമാത്രം ആഴമേറിയ വരികളാണ്. നാം തള്ളിപ്പറയുന്നു എങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. മത്തായി സുവിശേഷം 10:13 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാക്യമാ പറയുന്നത്, നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. അല്ലേ? മത്തായി സുവിശേഷം 10:13 അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ 33 വേണമെങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അടുത്ത് പറയാ, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ എന്നാണ്. കാരണം എന്താ ദൈവത്തിന്റെ സ്വഭാവം? നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഓക്കെ, വചനം അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും വിസ്തരിക്കുന്നില്ല. ദൈവം സഹായിക്കട്ടെ. ഇനി അടുത്തത് 14-ാം വാക്യത്തിൽ വളരെ പ്രധാനമുള്ള ഒരു പേഴ്സണൽ അഡ്വൈസ് നമുക്കും ബാധകമാണ് കേട്ടോ. ഈ ഒരു അഡ്വൈസ് കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ
മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. അത് എന്താ വാക്യത്തിനർത്ഥം? കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ. മറിച്ച് കളയുക ദൈവത്തിന്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഡോക്ട്രിൻ, അസ്ഥിവാര ഉപദേശത്തിൽ നിന്ന്, അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് എന്നോട് കേട്ട പഥ്യവചനം 1:13 ഇതിൽ നിന്നും മറിച്ച് കളയുന്നതിന് മാത്രമേ തിമോത്തിയോസേ നീ ഇടപെടാവുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് ഇടപെടിപ്പിക്കാവുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാവുള്ളൂ. അല്ലാതെ മിണ്ടാതിരുന്നോളെന്നാ പറയുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ വെറുതെ കയറി സംസാരിക്കരുത്. ഉപദേശപരമായ എന്തെങ്കിലും വിഷയത്തിൽ നമ്മുടെ വിശ്വാസികൾ വിശ്വാസം ത്യജിച്ച് മറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഇടപെട്ട് സംസാരിച്ചോളാം, അവിടെ പോയി സംസാരിച്ചോളാം. ഇത് നമ്മൾ അങ്ങനെയാണോ? ഉപദേശപരമായ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കും, കാരണം അറിയത്തില്ല. അല്ലാതെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണും, എന്തെങ്കിലും പറയാം, അല്ലേലും ഞാൻ പറഞ്ഞതാ എന്നും പറഞ്ഞു തുടങ്ങും. കാരണം ഇവിടെ അതറിയാം, നമ്മുടെയൊക്കെ സ്വഭാവം അറിയാം പൗലോസിന്. അതുകൊണ്ടാണ് കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം. ഇംഗ്ലീഷിൽ നല്ലൊരു പദമാണ് ചാറ്റിംഗ്. ഇപ്പൊ അതാണല്ലോ മൊത്തം നടക്കുന്നത്. അനാവശ്യമായി എല്ലാത്തിനും ചാറ്റിംഗാണ്. ഒരുത്തിനെ തീർക്കണമെങ്കിൽ ഫേസ്ബുക്ക് മതി, ഒരുത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ യൂട്യൂബ് മതി. അനാവശ്യമായ ചാറ്റിങ്ങിനോ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ ദയവായി നിങ്ങൾ ഉപയോഗിക്കരുത്. ഉപദേശങ്ങളിൽ നിന്ന് മറിച്ച് കളയുന്നവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അല്ലാതെ നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ദയവായി ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടാനും കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ഇത്രയും പേരൊക്കെ ഉള്ളല്ലോ, ആരും അങ്ങനെ ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. സ്തോത്രം, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ 15-ാം വാക്യത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഇനി അടുത്തത്, ഭക്തിവിരുദ്ധമായ വൃഥാ ലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അക്കാലങ്ങളിൽ നിലനിന്നിരുന്ന നോസിസം, ജ്ഞാനമതം എന്നുള്ള ഒരു പഠിപ്പിക്കലിനെ ആസ്പദമാക്കിയാണ് 4 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് എച്ചരിക്കുക ഇല്ലെങ്കിൽ അവരെ വാൺ ചെയ്യുന്നത്. അവരുടെ വാക്ക് അർബുദ വ്യാധി. നിങ്ങൾക്കറിയാം അർബുദ വ്യാധി എന്ന് പറഞ്ഞാൽ ക്യാൻസർ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. വേദപുസ്തകത്തിൽ ആദ്യം തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആദ്യം അത് ഏത് ഭാഗത്താണ് കേടുവരുന്നത് നമുക്ക് അറിയത്തു പോലുമില്ല. നമ്മൾ അറിയുന്നത് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് പലപ്പോഴും പല ക്യാൻസറിന്റെ സ്വഭാവത്തിന്റെ അത് വളരെ വഷളത്വം മനസ്സിലാക്കുന്നത്. ഇത് അർബുദ വ്യാധി പോലെയാണ്. ദുരുപദേശം ആർക്കും മനസ്സിലാകത്തില്ല. ആദ്യം അത് ഇമ്പമായി തോന്നും, ആദ്യം അങ്ങോട്ട് ചായുവാനൊരു മനസ്സ് തോന്നും. അതിശയോക്തി പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മുൻപരിചയമുള്ള നല്ല ഉപദേശത്തിലും സത്യത്തിലും ആത്മാവിന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളടക്കം ഞാൻ നോക്കുമ്പോഴത്തേന് വലിയ ദുരുപദേശം പ്രചരിപ്പിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. അവരുടെ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഞാൻ കൈ കൊടുത്ത് എന്നാണ്ട് വിശേഷം, ഇപ്പൊ എവിടെയാ പോകുന്നത്? ഞങ്ങള് 43 കിലോമീറ്റർ അകലെ നിന്നാണ് വന്ന് ഈ ആരാധന കൂട്ടു പോകുന്നത്. അപ്പൊ ഇതിന്റെ എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഓർത്തോ? അർബുദ വ്യാധി പോലെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുകയും ദൈവജനത്തെ ഉറപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, ഇവിടെ 18-ാം വാക്യത്തിൽ 2 പേരെ പറ്റി പറയുകയാണ്. ഹുമേനോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവര് ആരാകാമെന്ന് കൃത്യമായി നമുക്ക് പറയുവാൻ വേദപുസ്തകത്തിൽ നമുക്ക് കഴിയത്തില്ലെങ്കിലും അത് അവര് ഇതിന്റെ പ്രചാരകരാണ്. ദേ ആർ ദി ലീഡേഴ്സ് ഓഫ് ദിസ് ഹെറസി. ഈ ജ്ഞാനമതക്കാരുടെ ലീഡേഴ്സായി മാറിയ 2 പേരാണ്. ആര്? ഹ്യുമേനോസും അവിടെ പറഞ്ഞിരിക്കുന്ന ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു.
പേരെടുത്താ പറഞ്ഞേ. പേരെടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പൗലോസ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കും പേരെടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല. എന്താ പേടിക്കുന്നേ? ചിലരൊക്കെ ഷോപ്പിങ്ങിലൂടെ പറയും, ഇന്ന കിലോമീറ്റർ ഇത്ര ഈ ജില്ലയിലെ ഈ സ്ഥലത്തിൽ ഇന്ന പ്രസംഗം നടത്തി എന്തിനായി പേടിക്കുന്നത്? അവൻ പറഞ്ഞ അതാ, ഇന്നാരാ പറഞ്ഞെങ്കിൽ ഇന്നാരാ പറഞ്ഞുള്ള ധൈര്യം വേണം. അത് പൗലോസോടെ പേരെടുത്താ പരാമർശിക്കുന്നത്. ഫിലേത്തോസുമാരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവിടെ സത്യം വിട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോസിസം, പുനരുദ്ധാനം കഴിഞ്ഞു, റിസറക്ഷൻ ഓൾറെഡി കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്ന മതമാണ് ജ്ഞാനമതം. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ 18-ാം പറ്റിയാണ് എന്ന് പറയുവാൻ കാരണം. ഒരു വാക്യം മാത്രം വായിക്കും. 1 കൊരിന്ത്യർ 15-12 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണെങ്കിൽ ഒന്ന് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുന്നവരുടെ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പൗലോസ് ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ? കാരണം അന്ന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, ഓൾറെഡി പുനരുദ്ധാനം കഴിഞ്ഞു. വായിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർത്തിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. അപ്പം ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണേ. ഞാനീ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നരകത്തിൽ പോകുന്നേ പറഞ്ഞുള്ളൂ, ഒറ്റവാക്കി പറഞ്ഞ. എന്നെ അഭിഷേകമുണ്ടെങ്കിലും ആരാധനയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ദൈവവചനത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന പ്രചാരകർ നരകത്തിൽ പോകും. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്നാ പറയുന്നത്. അതിനപ്പുറത്തോട്ടൊരു വാക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഇത് വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. ഞാനിത് പുറമേ കടമെടുത്ത് പറയുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വചനത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ വചനത്തിന്റെ പ്രചാരണം, വചനത്തിലുള്ള വിശ്വാസം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് വിശ്വാസികൾ നമ്മൾ മനസ്സിലാക്കണം. ദ ട്രൂ വേർഡ്, സത്യവചനത്തിന്റെ പ്രാധാന്യം എനിക്ക് അത്ര പറയാനുണ്ട്. അല്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥമാണ്. നമ്മൾ ഈ വെറുതെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ദുരുപദേശം വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് റോങ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നില്ല, അതിനകത്ത് ഒരു ഇതില്ല. അവിടെ പോകുമ്പം ചിലർ പറയുന്നുണ്ട്, അവിടെ പോകുമ്പോൾ ഇച്ചിരി സീറ്റ് കുറയുന്നാ പറയുന്നത്. എന്നാ സീറ്റ്? അവിടെ പോകുമ്പം മറ്റേ അച്ചായൻ കൊട്ടാരത്തിൽ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊച്ചു റൂമിൽ താമസിക്കും. കാരണം ഞാൻ ഇവിടെ എന്നാ പറയുന്നത്, ഉപദേശം ശരിക്കും പറയാത്ത കാരണം സ്വർഗത്തിൽ പോകും, പക്ഷെ കൊച്ചു റൂമായിരിക്കും എനിക്ക്. എന്റെ പൊന്നു മോനെ, നീ കൊച്ചു റൂമിനും പോകത്തില്ല, വലിയ റൂമിനും പോകത്തില്ല, നരകത്തിൽ പോകും. അതാ ഇവിടെ പറയുന്നത്. വിശ്വാസം വ്യർത്ഥം. ഇപ്പൊ എത്രയോ ചെറുപ്പക്കാരാണ് ഉള്ള ഈ പ്രചാരകന്മാരായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ശരി, ഈ 19-ാം വാക്യം ദൈവത്തിന്റെ ഗോഡ്സ് സോളിഡ് ഫൗണ്ടേഷൻ, ശരിക്കുമുള്ള ഒരു സ്ഥിരമായ അടിസ്ഥാനം എന്താണെന്ന് 19-ാം വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കും. എന്താ അത്? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം വിട്ടകന്നു ആകുന്നു അതിന്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്ന വെള്ളിയും കൊണ്ടുള്ള സമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാന്യകാര്യത്തിലും ചിലത് ഹീനകാര്യത്തിലും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകം തന്നെത്താൻ വെടിപ്പാക്കുവാൻ ശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. പൗലോസ് ഒരു അനാലജി കൊണ്ടുവരികയാണ്, ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ഗോസ്പൽ? ദൈവവചനത്തോട് നിങ്ങളുടെ മനോഭാവം എന്താണ്? നമ്മൾ ദൈവവചനത്തെ മാന്യമായിട്ടാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നമ്മളൊരു മാനപാത്രമായിരിക്കും.
അല്ലാതെ നമ്മളൊക്കെ പ്രസംഗിക്കുന്നത് തന്നെ നിന്നെ മാനപാത്രമാകും. ആരുടെ മുമ്പിൽ? നീ കർത്താവിനെ ആരാധിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, മാനപാത്രമാകും. നമ്മൾ ഈ വാക്കൊക്കെ എടുത്ത് ദുരുപയോഗം ചെയ്യരുത്. എങ്ങനെയാണ് ഒരു മാനപാത്രമാക്കുന്നത്? വചനത്തോടുള്ള ബന്ധത്തിൽ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കൃത്യമായി ദൈവിക സത്യത്തെ യഥാർത്ഥമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് നമ്മൾ മാനപാത്രമാണ്. ഇനി അടുത്തത് പേഴ്സണൽ ആണ്. മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹം ശുദ്ധ ഹൃദയം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഇത് നമ്മൾ 1 തിമോത്തിയോസിലും ഇത് കണ്ടതാണ്. ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ചണ്ട ജനിപ്പിക്കുന്നെന്ന് അറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ ദാസൻ ചണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും. ഞാനൊരു കാര്യം പറയട്ടെ, നല്ല ഒരു വാഗ്മിയായിരിക്കണം ഒരു പ്രസംഗകൻ. അത് ചിലർ പറയും അത് ശരിയല്ല, അത് ശരിയല്ല, പറഞ്ഞത് തെറ്റാകട്ടോ, അങ്ങനെ പറയാൻ. ഇവിടെ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഉപദേശിപ്പാൻ സമർത്ഥൻ. വെറുതെ ബപ്പപ്പ അടിക്കരുത്. നല്ല വാക്ക്, നല്ല പോലെ പ്രസന്റേഷൻ ചെയ്യാനുള്ള ആ ഒരു സാമർഥ്യം, അതൊക്കെ ഒരു പാസ്റ്ററിന് വേണമെന്നാ പറയുന്നത്, ഒരു ലീഡർഷിപ്പിന് വേണം. സാക്ഷ്യം പറയുന്നത് ഹാല്യ ദൈവനാമത്തിന്റെ ഹാല്യ സ്വോത്ര ഹാല്യ വെച്ചോണ്ട് പറയണം, അതുപോലെ പറയും. പിന്നെ ആമേൻ സ്വോത്രം, ആമേൻ സ്വോത്രം, ആമേൻ സ്വോത്രം, ആമേൻ സ്വോത്രം. നമ്മളെ വാക്കുകൾ ചടുലതയോടെ ആയിരിക്കണം, കൃത്യമായിരിക്കണം. നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഹോമിൽറ്റിക്സ് പഠിപ്പിക്കാൻ പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. പ്രസംഗശാസ്ത്രം അതും കൂടെ എനിക്കും കൂടെ തരാൻ പറ, സാറിനോട് പറ, അടുത്ത പ്രാവശ്യം പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാ. അത് നമ്മുടെ പെന്തക്കോസ്ത് ശൈലിയല്ല, നിങ്ങൾ എന്നെ ഓടിക്കും. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്ന ശൈലി ശരിക്കും പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയ ശൈലിയാണ്. അതിനത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വചനം പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി ഇച്ചിരി പാടാം, വളരെ ബുദ്ധിമുട്ടാണ്. ഹോമിൽറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രസംഗശാസ്ത്ര രീതിയിൽ പ്രസംഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തല കുത്തി നാലേ പറ്റത്തുള്ളൂ. ഒരു കാരണവശാലും ചുമ്മാ വെറുതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അത് 2 മെത്തേഡ് ഉണ്ട്. ആ 2 മെത്തേഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല കേട്ടോ, ഇപ്പൊ അതൊക്കെ വിട്ടുപോയി. ആദ്യം പഠിച്ചിറങ്ങിയ സമയത്തൊക്കെ ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ ഈ പെന്തക്കോസ് നമ്മള് ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ദൂതടിച്ച് പോകുമ്പോഴത്തേന് നമ്മള് ദൂതങ്ങ് കൊണ്ടുപോവുക. അത് ഭയങ്കര അപകടമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മള് ദൈവജനത്തോട് കാണിക്കുന്ന നീതി ഇല്ലെന്നാണ് എന്റെ വാദം. ഞാൻ തന്നെയാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പ്രസംഗശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസ്റ്റർക്ക് നല്ല നല്ല പ്രസംഗങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഒരു പ്രസംഗം 20 മിനിറ്റ് പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 മണിക്കൂറെങ്കിലും സമയം ചെലവഴിക്കണം. 11 മണിക്കൂർ ചെലവഴിക്കണം 20 മിനിറ്റ് പ്രസംഗിക്കാൻ, എങ്കിലേ പ്രസംഗിക്കാൻ പറ്റും. അത് വളരെ കഷ്ടമാണ്. ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അത് ഈ ബ്രദറുകാര് ചുമ്മാതൊന്നുമല്ല നല്ലപോലെ പ്രസംഗിക്കുന്നത്. നമ്മൾ അവരെ എപ്പോഴും അവരുടെ നല്ല പ്രസംഗമാണ്, പഠിപ്പില്ലാന്ന് പറയും. പക്ഷെ അവരത് പറയുന്നതിന് കാരണം, ഞാൻ ഈ ബ്രദറുകാരുടെ ഇടയിലായിരുന്ന കാരണം പറഞ്ഞതാ. അവരുടെ കോളേജിൽ പഠിക്കാൻ ദൈവം ഭാഗ്യം തന്നു. പക്ഷെ അത് എന്നാ പറയുന്നേ, അത് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രസംഗം പ്രസംഗിക്കുന്നത്. നമ്മുടെ ആൾക്കാർ എന്നാ ചെയ്യുന്നറിയോ? ഒറ്റ വാക്യം വായിക്കത്തുള്ളൂ, ഒറ്റ വാക്യം. ചിലപ്പോഴാണെങ്കിൽ പറയും, ഇവിടെ വെച്ച് വന്നിരിക്കുമ്പോൾ എന്നോട് ഇടപെട്ട വാക്യം ചുമ്മാതാണ്, ചുമ്മാ വെറും പൊള്ളയാണ്, വെറും പൊള്ള അടിച്ച് ചുമ്മാ കലക്കുക. കാരണം അറിയോ, ഒന്നൊന്നോ അയ്യോ എന്റെ പൊന്നു കർത്താവ്.
സോറി, എനിക്ക് എന്റെ കട്ടായി പോയി, അതുകൊണ്ടാണ്. ഐ എം സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേൾക്കാമോ? ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത് സമർത്ഥനായിരിക്കണം എന്ന് തന്നെയാണ് ആ വാക്യത്തിന്റെ ഒരു ആഴമായ അർത്ഥം തന്നെയാണ്. അത് നമ്മൾ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. ആ വാക്ക് നമ്മള് യെസ്, ബുദ്ധിയില്ലാത്ത മൗഢ്യതം ശണ്ഠിക്കുന്നു എന്ന് ഞാൻ അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ ദാസൻ 24, കർത്താവിന്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി എത്രയിരിക്കണം. ഈ ഒരു ഭാഷക്ക് സഹിക്കേണ്ട ദോഷം പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നവരോടൊന്നും പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുന്നത്. അത് സഹിച്ചവർക്കായി സ്തോത്രം, അത് സഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ആമേൻ. അത് യെസ്, അത് തന്നെയാണ് അവിടെ പറയുന്നത്. സഭയിൽ ഉണ്ടാകുന്ന ദോഷം സഹിക്കുക, അല്ലാതെ വെളിയിലുള്ള ദോഷവും നമ്മൾ സഹിക്കണം. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനമായ മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. കാരണം പൗലോസ് ഇത് വലിയ താനൊരു വാണിംഗ് കൊടുക്കുകയാണ്. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്, ഈ ദുരുപദേശത്തിന്റെയും ഒക്കെ പിൻപിൽ പ്രവർത്തിക്കുന്നത് അത് പിശാച് തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം ലേഖനത്തിൽ പറയുന്നുണ്ട് പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടു എന്ന്. എനിക്ക് തോന്നുന്നു ഹ്യൂമനോസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ആ ഭാഗം അവിടെ പറഞ്ഞ അവരെ സൗമ്യതയോടുകൂടെ പഠിപ്പിക്കുവാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാസ്റ്ററിന്റെ ഏറ്റവും ഒരു ഡ്യൂട്ടി എന്താണെന്ന് നമുക്കിവിടെ കണ്ടു. ഒന്ന്, കൃപയിൽ ശക്തിപ്പെടണം. രണ്ട്, ഒരു ഒരു എന്താ പറയുന്നത്, ജീവിത ശൈലിയിൽ ഒരു പടയാളിയെ പോലെ, ഒരു സ്പോർട്സ്മാൻ, ഒരു കായിക അഭ്യാസിയെ പോലെ, മൂന്ന്, ഒരു കൃഷിക്കാരനെ പോലെ സുവിശേഷത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം എന്ന് ആദ്യത്തെ ഭാഗം പറയുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ അവിടെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. ഉപദേശത്തിന് വേണ്ടി മാത്രമേ നമ്മുടെ സമയം ഉപയോഗിക്കാവൂ. ഉപദേശത്തിലെ സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രമേ നമ്മൾ തർക്കിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുകയോ ചെയ്യാവുള്ളൂ, വാഗ്വാദം ചെയ്യാവുള്ളൂ. അല്ലാത്തതിൽ നമ്മൾ മൗനമായിരിക്കുക. കാരണം ഇങ്ങനെയുള്ളവര് അവരുടെ പ്രചാരകരെ ഉൾപ്പെടെ നമ്മൾ ഒഴിവാക്കണം എന്നും നമ്മുടെ ജീവിതത്തിൽ ശാന്തതയും അപ്പോൾ തന്നെ സാമർഥ്യത്തോടെ ഉപദേശിപ്പാൻ പ്രാപ്തരായി മാറണം എന്നുള്ള ഒരു ചുരുങ്ങിയ ഉപദേശമാണ് ഈ 26 വാക്യങ്ങളിൽ പൗലോസ് തിമോത്തിയോസിന് പറയുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. കർത്താവിന്റെ ദാസന് കൈമാറുന്നു.